ഹായ്, ഹലോ. ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം കാണിച്ചു തരാൻ പോവുകയാണ്. നമ്മുടെ വീടിനടുത്തുള്ള ഒരു അടിപൊളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. കാസർഗോഡ് ജില്ലയിലെ ജയപുരം എന്ന സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. ഞങ്ങളിപ്പോൾ ചേരിപ്പാടിയിൽ നിന്ന് തെറ്റിയിട്ട് കൊട്ടോടി റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേടകത്തുനിന്ന് ഏകദേശം 5-5.5 കിലോമീറ്റർ ഉണ്ടാവും ജയപുരം വാട്ടർഫാൾസിലേക്ക് എത്താൻ. രാവിലെ തന്നെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറുങ്ങനെ വെയിലൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് തോന്നി വാട്ടർഫാൾസ് കാണാൻ പോവാം. അതുകൊണ്ട് നമ്മൾ പുറപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ ചെറുങ്ങനെ പാറ്റുന്നുണ്ട്. മഴയില്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയാൽ ഞാൻ ഇതിൽ മുഴുവനായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് പണിമുടക്കായതുകൊണ്ട് തന്നെ പിന്നെ റോഡിലൊന്നും വണ്ടികളോ ഒന്നുമില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ഓർഡർ കൊടുക്കാനും ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങളുടെ നാട്ടിൻ പ്രദേശം എങ്ങനെയുണ്ട് കാണാൻ? നല്ല അടിപൊളി ഉണ്ടല്ലേ? ഞങ്ങൾ ഓർഡർ ഉണ്ടായത് ഡെലിവറി ചെയ്തു. എന്നിട്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് എത്താനായി. വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് എത്താൻ പോവുകയാണ്. ഭാഗ്യത്തിന് ഇതുവരെ മഴ വന്നിട്ടാട്ടോ. നമ്മൾ പാലത്തിൻ്റെ അടുത്ത് എത്താറായി. കണ്ട ഒരു പശു, അതിൻ്റെ തൊട്ട് താഴെയാണ് പാലമുള്ളത്. അത് മുന്നാട് ചേരിപ്പാടി റോഡിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ജയപുരം ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് വേടടുക്ക പഞ്ചായത്തിലെ മുന്നാട് വില്ലേജിലാണ്. പ്രകൃതി ഭംഗിയേറിയ കാഴ്ചകളാണ് വെള്ളച്ചാട്ടത്തിൻ്റെ സമീപങ്ങളിലെല്ലാം. തോടിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് കവുങ്ങ്, വാഴ, റബ്ബർ, തെങ്ങ്, പിന്നെ ഒട്ടേറെ പ്ലാവുകളുണ്ട് കേട്ടോ. ഇടതൂർന്ന് വളരുന്ന ഈറ്റ, മുള, അതും ഒരു വല്ലാത്തൊരു ആകർഷണമാണ് അവിടെ. ഇവിടെ നിന്ന് 100 മീറ്റർ താഴോട്ട് പോയാൽ മതി വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി പൂർണ്ണമായും ആസ്വദിക്കാൻ പറ്റും. ഒരു ഏകദേശം 10 മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴെ പതിക്കുന്നത്. അത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല ചേലാണ് കാണാൻ. കൂറ്റൻ പാറകളില്ലേ, കറുത്ത കരിമ്പാറകൾ നിരന്നിരിക്കുകയാണ് ഇവിടെ. താഴെ എത്തിയാൽ അവിടെ വലിയൊരു കൂറ്റൻ പാറയുണ്ട്. തോട്ടിൽ നിന്ന് വരുന്ന വെള്ളം അങ്ങനെ ഈ പാറയിൽ തട്ടിയിട്ടാണ് താഴോട്ട് വീഴുന്നത്. മീറ്ററുകളോളം അകലത്തേക്കാണ് അത് വീഴുന്നത്. അതിനാൽ തന്നെ വെള്ളച്ചാട്ടത്തിനും പാർശ്വഭിത്തിയായ കരിങ്കല്ലിനും ഇടയിൽ ഒഴിഞ്ഞ ഭാഗം രൂപപ്പെടുന്നു. ഒരേ സമയം ഇവിടെ 10-15ഓളം പേർക്ക് നിവർന്നു നിൽക്കാനും സാധിക്കുന്നുണ്ട്. ഞാൻ രാവിലെ തന്നെ വന്നതുകൊണ്ട് ഇന്ന് ആരുമില്ല കേട്ടോ ഇവിടെ. മഴ കുറഞ്ഞ് നീരൊഴുക്കിന് ശക്തി കുറയുമ്പോഴാണ് വെള്ളച്ചാട്ടത്തിന് ഭംഗിയേറുന്നത്. ശക്തമായ ഒഴുക്കുള്ളപ്പോൾ തോട്ടിലിറങ്ങുന്നത് അപകടമാണ് കേട്ടോ. ഒഴുക്കില്ലാത്തപ്പോൾ കുഴികളിലേക്ക് എടുത്തു ചാടുന്നതും അപകടം നിറഞ്ഞതാണ്. കുഴികളിലെല്ലാം ഉരുളൻ കല്ലുകളുണ്ട്. പിന്നെ വിസ്താരമായ പാറക്കല്ലുകളുടെ വഴുതൽ അപകടത്തിനിടയാക്കും. ഇപ്പം തന്നെ നല്ല വഴുതലുണ്ട്. ഞാൻ തന്നെ 2-3 പ്രാവശ്യം ഇവിടെ വീണു. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്ത് ഉള്ള തോടില്ലേ, അവിടെ നിന്നല്ലേ ഈ വെള്ളം വരുന്നത്. അവിടെ നല്ല വഴുതലുണ്ട്. അവിടേക്ക് പോകുന്നതും സുരക്ഷിതമല്ല. കുട്ടികളെയൊക്കെ കൂട്ടിയിട്ടാണെങ്കിൽ സൂക്ഷിച്ച് പോകണം. ജില്ലയുടെ ഏത് ഭാഗത്തു നിന്നും അനായാസം ഇവിടെ എത്താൻ പറ്റും കേട്ടോ. റോഡ് സൗകര്യമുണ്ട്. മുന്നാട് നിന്നും ചേരിപ്പാടി വഴി വാവടുക്കം റോഡിലേക്ക് എത്തിച്ചേരുന്ന റോഡില്ലേ, അതിലൂടെയും എത്താൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ വാവടുക്കം കാഞ്ഞിരത്തുങ്കാൽ റോഡിൽ കൂടിയും എത്താൻ പറ്റും. കൊട്ടോടിയിൽ നിന്ന് പള്ളത്തുങ്കാലിൽ നിന്നും എല്ലാം അവിടത്തേക്ക് പോകാനുള്ള റോഡുണ്ട്. അതേപോലെ തന്നെ വഴിയറിയാണ്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഗൂഗിൾ മാപ്പ് വഴി കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നതാണ്. ജയപുരം വാട്ടർഫാൾസ് മുന്നാട് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ലൊക്കേഷൻ അവൈലബിൾ ആണത്. ഞങ്ങളൊക്കെ ആദ്യമായിട്ട് ഈ വാട്ടർഫാൾസ് കാണാൻ വന്നത് ലൊക്കേഷൻ വെച്ചിട്ട് തന്നെയാണ്. കറക്റ്റ് സ്ഥലത്ത് തന്നെ കൊണ്ടെത്തിച്ചിട്ടുമുണ്ട്. ഏതായാലും കാസർഗോഡ് ജില്ലയിലെ ആൾക്കാർ ഇത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അവിടെ പോകണം. നല്ല രസമുണ്ട്, നല്ല വൈബാണ് കേട്ടോ. അവിടെ ഫ്രണ്ട്സുമൊത്തും പിന്നെ കുടുംബമായും പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ അവിടെ പ്ലാസ്റ്റിക് കവറുകളോ ബോട്ടിൽസോ ഒന്നും വലിച്ചെറിയരുത്. ഇപ്പം തന്നെ ഞാനിപ്പോൾ പോകുമ്പോൾ തന്നെ അവിടെ
കുറേ പ്ലാസ്റ്റിക് കുപ്പികളും പിന്നെ സ്നാക്സിൻ്റെ കവറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, അവിടെ ചാടിയിട്ട് പിന്നെ പോകരുത്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.